നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ എന്താ കുമാരയുടെ സുരേട്ടനെ പറ്റിയേ? ആക്സിഡന്റ് ആണ് എന്തുമതി. അയ്യോ, ഏതോ വണ്ടി വന്ന് പിന്നിലിടിച്ചതാണ്. രണ്ടുപേർക്ക് നല്ല പരിക്കുണ്ട്. ഇടിച്ചവൻ തിരിഞ്ഞു നോക്കാതെ പോയി. കുറച്ചധികം നേരം റോഡിൽ കിടന്നുപോയി. മുറിവുകളൊന്നും അധികമില്ല. പക്ഷേ രണ്ടുപേർക്കും ബോധം വന്നിട്ടില്ല. എനിക്കൊന്ന് കാണണം. ഒന്ന് കാണാൻ പറ്റുമോ കുമാരേട്ടാ? സിസ്റ്ററെ, സുരേന്ദ്രന്റെ ഭാര്യയും അമ്മയും മകളും ഒക്കെയാ. അവർക്കൊന്ന് കാണാൻ പറ്റുമോ? പേഷ്യന്റ് വളരെ വീക്കാണ്, പ്രത്യേകിച്ച് സുരേന്ദ്രൻ. അയ്യോ, അകത്ത് വന്ന് കരഞ്ഞു വിളിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് ഉറപ്പ് വരുവാണെങ്കിൽ ആരെങ്കിലും ഒരാളെ കാണാൻ അനുവദിക്കാം. മതി സിസ്റ്ററെ, ഒരാളെ മതി. എന്നാ ഞാൻ വരാം അകത്തേക്ക്. വരൂ. ഇന്ദുമതി, രണ്ടുപേരും വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അതിനകത്ത് കയറി കരഞ്ഞും പറഞ്ഞും ബഹളമൊന്നും ഉണ്ടാക്കരുത്. സിസ്റ്ററെ, ഏട്ടന് ബോധം വന്നു. ദേ, കണ്ണു തുറന്നു നടക്ക. കണ്ണു തുറന്നു തന്നെയാ കിടക്കുന്നത്, പക്ഷെ ശരിക്കുള്ള ഓർമ്മ വന്നിട്ടില്ല. നിങ്ങൾ തൊട്ടും പിടിച്ചും ഡിസ്റ്റർബ് ചെയ്യല്ലേ. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അത് ഡോക്ടർ വന്നിട്ട് പറയും. അപ്പോ ഇവക്ക് ഈ പറഞ്ഞ കുഴപ്പമൊന്നുമില്ലേ? ആ കുട്ടിക്ക് ബോധം വന്നിട്ടില്ലെന്നേ ഉള്ളൂ, വലിയ ഇഞ്ചുറീസ് ഒന്നും കാണുന്നില്ല. എന്നുവെച്ചാ അവക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, എന്റെ ചേട്ടനാണ് എല്ലാ കുഴപ്പങ്ങളും ഉള്ളതെന്ന് അങ്ങനെയല്ലേ സിസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം? അർത്ഥവും വ്യാഖ്യാനവും ഒന്നും ഇവിടെ അന്വേഷിക്കണ്ട. പേഷ്യൻസിന്റെ അവസ്ഥ കണ്ടില്ലേ? നിങ്ങളൊന്ന് പുറത്തു പോയേ. മതിയായില്ലടി നിനക്ക്. വണ്ടി കയറ്റി കൊണ്ടു നടന്ന് എന്റെ ചേട്ടനെ നീ ഈ പരുവത്തിലാക്കി. ഓ, ഇവളങ്ങ് തൊലഞ്ഞാ മതിയായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിലെ സമാധാനം വന്നേനെ. അതെ, ഇതൊരു ക്രിട്ടിക്കൽ യൂണിറ്റ് ആണ്. ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ അത് പേഷ്യൻസിനെ ബാധിക്കും. സിസ്റ്ററെ, ഇവക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു പ്രയാസമില്ല. എന്റെ ചേട്ടനൊന്നും സംഭവിക്കരുത്, അതാ എന്റെ ആവശ്യം. ആർക്കും ഒന്നും സംഭവിക്കരുതെന്നാണ് ഹോസ്പിറ്റലിന്റെ പോളിസി. ഇവിടെ നിന്ന് സംസാരിക്കാനാവില്ല. നിങ്ങൾ പുറത്തു പോയേ. സിസ്റ്റർ, പുറത്തു പോവാൻ. കുമാരേട്ടാ, അവക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന്, സുരേന്ദ്രന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. ഇതൊന്നും നമ്മൾ നിശ്ചയിക്കുന്നതല്ലല്ലോ ഇന്ദുമതി, എല്ലാം ദൈവം നിശ്ചയമല്ലേ. ദൈവനിശ്ചയോ? എല്ലാത്തിനും കാരണക്കാരി അവളാ. അവൾ ഒറ്റൊരുത്തി. സുരേട്ടനെ കൊണ്ടുപോയി കൊലക്കം എടുക്കാൻ അവള് മടി കാണിക്കില്ല. ഇങ്ങനെയൊന്നും സംസാരിക്കരുതേ ഇന്ദുമതി. വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ് രണ്ടുപേരും. ആർക്കൊന്നും പറ്റരുത്. അതല്ലേ ഇപ്പൊ വേണ്ടത്. അവൾക്കിനി എന്ത് സംഭവിച്ചാലും എനിക്ക് എന്താ കുമാരേട്ടാ. അവളിനി എഴുന്നേക്കണ്ട, അവിടെ കിടന്ന് ചാവട്ടെ. കടയിൽ നിന്ന് വീട് വരെയും വീട്ടിൽ നിന്ന് കട വരെ നടന്നു പോയിക്കൊണ്ടിരുന്ന സുരേട്ടനെ അവളുടെ പാട്ട വണ്ടി കയറ്റിക്കൊണ്ട് നടന്നപ്പോഴേ ഞാൻ വിലക്കണ്ടതായിരുന്നു. പറ്റിപ്പോയി. സുരേട്ടന് എന്തെങ്കിലും പറ്റിയ അതിന് ഉത്തരവാദി അവളാ. അത് ഞാൻ ക്ഷമിക്കില്ല. അവളെ ഞാൻ എന്റെ പഠിക്കാത്ത കേട്ടില്ല. അതെ, ഇത് ICU ആണ്.
ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് മാറി നിന്നേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. അമ്മേ, അമ്മേ വാ അമ്മേ. ഇവിടെ ഇരിക്കമ്മേ. കരയല്ലേ? ഇതെങ്ങനെ സംഭവിച്ചു എന്നോ ആര് ചെയ്തെന്നോ വല്ല വിവരം ഉണ്ടോ കുമാര? ഒരു വിവരവും ഇല്ല കാർത്തേനിയമ്മേ. ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കോ? ഏയ്, അങ്ങനെയൊന്നും ചെയ്യാനാവില്ല. ചിലപ്പോ ആരെങ്കിലും മദ്യപിച്ച് ബോധമില്ലാതെ വന്ന് വണ്ടി ഓടിച്ച് ഇടിച്ചിട്ട് പോയതായിരിക്കാം. നമുക്കൊന്നും അറിയില്ലല്ലോ. അവർക്ക് ബോധം വീഴുമ്പോ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇനിയിപ്പോ എന്തോന്നറിയാനാ? അവളുടെ നെഗളിപ്പ് തന്നെയാ.